ലോകത്ത് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന ജനത ആരായിരിക്കും? ആരാണ്? സിനുവിൻ്റെ അഭിപ്രായത്തിൽ ജൂതന്മാരാണോ? ജൂതന്മാരാണ്. പക്ഷെ അതൊരു ചെറിയ ന്യൂനപക്ഷമല്ലേ? വളരെ ന്യൂനപക്ഷമാണെങ്കിൽ അവരെ കൊന്നൊടുക്കാൻ വേണ്ടിയിട്ട് വ്യാപകമായ ശ്രമം നടക്കുന്നുണ്ട്. അവരെ തുടച്ചു നീക്കാൻ അല്ലേ? തുടച്ചു നീക്കണമെന്ന് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഉം. ഞാൻ ആ ജൂതന്മാരെ കുറിച്ചല്ല പറയുന്നത്. ഉം. ഞാനിപ്പോൾ പറയുന്നത് ഓപ്പൺ ഡോർസ് വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഏജൻസി, ഇൻ്റർനാഷണൽ ഏജൻസിയാണ്. അവർ ഒരു കണക്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അവർ പറയുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ പീഡനങ്ങൾക്കിരയാവുന്ന ജനത. ചിലർ പറയും ഞങ്ങളെ കൊല്ലുകയാണ്, ഞങ്ങളാണ് ഇരകൾ എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. അവരല്ല, ക്രൈസ്തവരാണ്. കേട്ടിട്ടുണ്ടോ? അറിഞ്ഞിട്ടുണ്ടോ? ആരും പറയത്തില്ല. ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന ജനത ക്രൈസ്തവരാണ്. കാരണം അത്ര ക്രൈസ്തവരുള്ള രാജ്യങ്ങളുടെ ഒന്നും ജനസംഖ്യ അത്ര കൂടുതലൊന്നുമല്ല. ചെറിയ ചെറിയ രാജ്യങ്ങളാണല്ലേ? അതെ. അവർ ഈ പറഞ്ഞ പോലെ നെല്ലിക്കാക്കോട്ട മറിച്ചതുപോലെ കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കാൻ നടക്കുന്ന ആളുകളൊന്നുമല്ല ക്രിസ്ത്യാനികൾ. അവർ വളരെ മിതത്വം, 1-2 കുട്ടികൾ പരമാവധി ഒക്കെയാണ്. കൂടിപ്പോയ 3, അത് തന്നെ അപൂർവമാണ്. നമ്മുടെ നാട്ടിൽ പോലും 3 മക്കളുള്ള ക്രൈസ്തവർ കുറവാണ്. അതെ. പക്ഷേ ലോകത്തെമ്പാടും അങ്ങനെയാണ്. ഇപ്പോൾ പുതിയ ട്രെൻഡനുസരിച്ച് മക്കൾ വേണ്ട, കല്യാണം വേണ്ട എന്നാണ് ക്രൈസ്തവർ കരുതുന്നത്. അതുകൊണ്ട് ബ്രിട്ടൻ പോലെയുള്ള രാജ്യങ്ങളൊക്കെ കയ്യിൽ നിന്ന് പോയി, നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ അതിലേക്കല്ല പറയുന്നത്. അപ്പോൾ ഈ ഓപ്പൺ ഡോർ വാച്ചിൻ്റെ ഓപ്പൺ ഡോർ വാച്ച് ലിസ്റ്റിൻ്റെ കണക്ക് പ്രകാരം ലോകത്ത് 38 കോടിയുള്ള ക്രൈസ്തവരിൽ മഹാഭൂരിപക്ഷവും പലതരത്തിലുള്ള പീഡനങ്ങൾക്കിടയാവുന്നു. ഏറ്റവും കൂടുതൽ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെട്ട രാജ്യങ്ങളിൽ ഒന്ന് നൈജീരിയയാണ്. നൈജീരിയയിൽ കഴിഞ്ഞ വർഷം കൊല്ലപ്പെട്ടത് ക്രൈസ്തവർ എത്രയാണെന്നറിയോ? 3100 പേരാണ് ക്രൈസ്തവർ. 3100 ക്രിസ്ത്യാനികളെ കൊന്നു. 2830 പേരെ തട്ടിക്കൊണ്ടുപോയി. ഇതുവരെ ഓരോന്നുമില്ല. അവിടെ തട്ടിക്കൊണ്ടു പോകുന്നതൊക്കെ ബൊക്കോ ഹറാം പോലെയുള്ള സംഘടനകളാണ്. തീവ്രവാദ സംഘടന എന്ന് പറഞ്ഞാൽ മതിയോ? ക്രൂരമായ എന്ത് തീവ്രവാദ സംഘടനയാണ്? മത തീവ്രവാദം. ഏത് മത തീവ്രവാദം? ഇസ്ലാം മതവും. അങ്ങനെ പറയാം. എന്താ പേടി? ബൊക്കോ ഹറാം എന്ത് തീവ്രവാദ സംഘടനയാണെന്ന് ചോദിച്ചാൽ ഇസ്ലാമിക തീവ്രവാദ സംഘടനയാണ്. ഒരു സ്കൂളിൽ വന്നിട്ട് സ്കൂളിൽ 500ഓളം പെൺപിള്ളേരെ അങ്ങ് പിടിച്ചുകൊണ്ട് പോയി. 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന പെൺപിള്ളേരെ പിടിച്ചുകൊണ്ട് പോയി. ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ല. അവരെയൊക്കെ ലൈംഗിക അടിമകളായിട്ട് ഉപയോഗിക്കുകയാണ്. ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ, LP സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് പോയി ലൈംഗിക അടിമകളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ബൊക്കോ ഹറാം. ഈ ബൊക്കോ ഹറാമുള്ള നാടാണ് നൈജീരിയ. അവിടെയാണ് 3100 ക്രൈസ്തവർ കൊല്ലപ്പെട്ടത്. 2830 പേരെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. തട്ടിക്കൊണ്ടുപോയാൽ പിന്നെ തിരിച്ചു വരവില്ല. ബോഡി കിട്ടാത്തതുകൊണ്ടാണ് കൊല്ലപ്പെട്ടു എന്ന് പറയാത്തത്. ഇത് ഈ പള്ളികൾ ആക്രമിക്കപ്പെടുന്നുണ്ട് അവിടെ. പള്ളിയും അനുബന്ധ സ്ഥാപനങ്ങൾക്കും നേരെ ഏതാണ്ട് റുവാണ്ടയിൽ മാത്രം 4000-ഓളം ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. 4000 പള്ളിയുമായി ബന്ധപ്പെട്ട കോൺവെൻറ്റുകൾ, മഠങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ റുവാണ്ടയിൽ തകർത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഇവിടെ പീഡനം നടക്കുന്നു എന്ന് പറയുന്ന ആളുകൾ ഈ കണക്കെന്ന് ഓർക്കണം. ഇന്ത്യയിൽ ചിലയിടത്തൊക്കെ പീഡനമൊക്കെ നടക്കുന്നുണ്ട്. ചില മേഖലകളിൽ നിർബന്ധിത മതപരിവർത്തനം നടത്തുമ്പോൾ അവിടുത്തെ തദ്ദേശവാസികൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായി ചില സംഘർഷങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാകുന്നുണ്ട്. ഇല്ലെന്നൊന്നും പറയേണ്ട. അതിൻ്റെ പേരിൽ ചില കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്, ചില ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ സംഘടിതമായി അങ്ങനെ വ്യാപകമായി മതപരിവർത്തനം നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചില സംസ്ഥാനങ്ങളിലൊക്കെ മതം മാറി വരുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്നു. ക്രൈസ്തവരുടെ എണ്ണം കൂടി വരുന്നുണ്ട്. ഇപ്പോൾ വലിയ വിവാദമാണല്ലോ, പഞ്ചാബിൽ കൂടി വരുന്നു. ഞാൻ പറയുന്ന പഞ്ചാബിൽ കൂടി വരുന്നത് നല്ലതാണ് എന്ന് പറയുന്ന ആളാണ് ഞാൻ. കാരണം പഞ്ചാബിൽ മതം മാറുന്നത്, ഇതെൻ്റെ അഭിപ്രായമാണ്, പഞ്ചാബിൽ മതം മാറുന്നത് ആരാ കൂടുതലും? പഞ്ചാബിലെ ഭൂരിപക്ഷ സമുദായമാണ് ആരാ? സിഖുകാരാണ്. പഞ്ചാബിലെ സിഖുകാരിൽ നല്ല ശതമാനം ഇപ്പോഴും ഖാലിസ്ഥാൻ വേണമെന്ന് പറയുന്നവരാ. അപ്പോൾ അവർ ക്രിസ്ത്യാനികളായ ഖാലിസ്ഥാൻ വേണമെന്നുള്ള വാദം അങ്ങ് ചെയ്തുമല്ലോ. ഒരു തുള്ളി ചോര പൊടിയാതെ, ഒരു വെടിയുണ്ട പോലും കൊഴിയാതെ ഈ ഖാലിസ്ഥാൻ വാദം അവസാനിക്കും. പിന്നെ അവർ പഞ്ചാബിനെ വേറെ ക്രിസ്ത്യൻ രാജ്യമാക്കണോ എന്ന് ചോദിച്ചാൽ അതിന് മാത്രമുള്ള ജനസംഖ്യാ ഭൂരിപക്ഷമൊന്നും ക്രൈസ്തവർക്കില്ല ഇന്ത്യയിൽ. ഇപ്പോൾ നോർത്ത് ഈസ്റ്റിൽ സംബന്ധിച്ച് മതം മാറ്റം നടന്നിട്ടുണ്ട്. ആദിവാസി മേഖലയിൽ വലിയ തോതിൽ മതം മാറിയിട്ടുണ്ട്. നാഗാലാൻഡ് പോലെയുള്ള സ്ഥലങ്ങളിൽ 95% വരെ ക്രിസ്ത്യാനിറ്റി വന്നിട്ടുണ്ട്. അതൊക്കെ എങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചാൽ അവിടുത്തെ പരിതാപകരമായ ജീവിത സാഹചര്യങ്ങളിൽ അവരെ പുതിയൊരു മതത്തിൻ്റെ സന്ദേശം കൊടുത്ത് പ്രലോഭിപ്പിച്ചും ആകർഷിച്ചും രണ്ടുമുണ്ട്. സ്വമേധയാ അവർ ആകർഷിച്ച് വരുന്നുണ്ട്. കാരണം നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നു, നല്ല ഭക്ഷണം കൊടുക്കുന്നു, നല്ല ചികിത്സ കൊടുക്കുന്നു. ഇതൊക്കെ കിട്ടുമ്പോൾ
അവർ അതിലേക്ക് കൺവേർട്ട് മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഉണ്ടാകുന്ന കൺവേർട്ട് ചെയ്യും. പിന്നെ പ്രലോഭിപ്പിക്കും, നിങ്ങൾക്ക് ഇതൊക്കെ തരാം എന്ന് പറഞ്ഞ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ പ്രലോഭിപ്പിച്ച് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി സമ്മർദ്ദങ്ങൾക്കിരയാക്കി മതം മാറ്റുന്നതിന് നമ്മുടെ രാജ്യത്തെ നിയമം എതിരാണ്. അത് പാടില്ല എന്ന് പറയുന്നത്. അപ്പം സ്വാഭാവികമായി ഒരാൾ ഒരു വിശ്വാസം വിട്ട് മറ്റൊരു വിശ്വാസത്തിലേക്ക് മാറുന്നതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, സ്വാഭാവികമാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ ക്രൈസ്തവ രാജ്യം ഇന്ത്യയിൽ വേണമെന്ന് ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ സംഘടിതമായി ഇവിടുത്തെ ഉത്തരവാദപ്പെട്ട സംഘടനകളൊന്നും അങ്ങനെ ചെയ്യുന്നില്ല. പിന്നെ ഇന്ത്യയിൽ ക്രൈസ്തവ രാജ്യം വേണമെന്ന് പറയുന്ന ചില വിഭാഗക്കാരുണ്ട്, ഇല്ല എന്ന് നമ്മൾ പറയണ്ട. പക്ഷേ അതൊക്കെ ഒരു മതപരമായ ആവശ്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. അതൊക്കെ പൊളിറ്റിക്സാണ്. അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ഏജൻറ്റുമാരായി നിൽക്കുന്ന ആളുകൾക്ക് ഇത്തരം ചില താല്പര്യങ്ങളുണ്ട്. അവർ ചിലരൊക്കെ പറയുന്നുണ്ട് എന്നല്ലാതെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ക്രൈസ്തവ സഭകളോ ക്രൈസ്തവ പുരോഹിതന്മാരോ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരോ ഇന്ത്യയെ വിഭജിച്ച് വേറൊരു രാജ്യം ഉണ്ടാക്കണം എന്നൊന്നും പറയുന്നവരൊന്നുമല്ല. പക്ഷെ മതപരിവർത്തനം എന്ന് പറയുന്നത് ആളുകളുടെ മൃദുല വികാരങ്ങളെ, അവൻ്റെ ദാരിദ്ര്യം, അവൻ്റെ പട്ടിണി, ഇതിനെയൊക്കെ ചൂഷണം ചെയ്ത് ചെയ്യേണ്ടെന്നൊരു കാര്യമല്ല. സ്വമേധയാ ആരെങ്കിലും മതത്തിലേക്ക് മാറിപ്പോകുന്നുണ്ടെങ്കിൽ മാറിപ്പോകുന്നതിന് അയാൾക്ക് ചോയ്സ് ഉണ്ട്, നമ്മുടെ രാജ്യത്തെ ഭരണഘടന അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഈ ദൈവം എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനൊന്നും അല്ലല്ലോ. അല്ല, ഒരു രാഷ്ട്രീയക്കാരനാണ് എൻ്റെ കൂടെ പരമാവധി ആളുകൾ വരണം, എന്നാലേ എനിക്ക് അത്രയും വോട്ട് കിട്ടത്തുള്ളൂ, എനിക്ക് എൻ്റെ പാർട്ടി വലുതാക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. ദൈവം തെരഞ്ഞെടുപ്പിലൊന്നും മത്സരിക്കുന്നില്ലല്ലോ. ദൈവത്തിൻ്റെ കൂടെ സ്വമേധയാ ദൈവത്തിൻ്റെ ശക്തിയിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന സ്നേഹത്തിൽ ഒക്കെ ആകൃഷ്ടരായി മനുഷ്യർ മതം മാറുന്നെങ്കിൽ മാറട്ടെ. സ്വധർമ്മമാണ് പ്രധാനമെങ്കിൽ അവിടെ നിൽക്കട്ടെ. അപ്പോൾ നിർബന്ധിത മതപരിവർത്തനം ഒരു തിന്മ തന്നെയാണ്. നിർബന്ധിതമാണെങ്കിൽ അത് ക്രൈസ്തവരും അംഗീകരിക്കും. അതെ, ഞാൻ ഇവിടുത്തെ കേരളത്തിലെ കത്തോലിക്ക സഭയോ യാക്കോബക്കാരോ ഓർത്തഡോക്സുകാരോ ആരെങ്കിലും മതം മാറ്റാൻ നടക്കുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. ഉണ്ടോ? നമ്മുടെയൊക്കെ നാട്ടിലുണ്ടോ? ഒന്നുമില്ല. അങ്ങനത്തെ നിർബന്ധിത മതപരിവർത്തനമൊന്നും കേരളത്തിലും ഇന്ത്യയിലും നടക്കുന്നത്. ചിലയിടത്തൊക്കെ ഈ ഫണ്ടമെൻ്റലിസം ഉള്ള തലയ്ക്ക് പിടിച്ച ആരെങ്കിലും എന്തെങ്കിലും കാണിക്കുന്നു എന്നതുകൊണ്ട് ഇന്ത്യയിൽ മതപരിവർത്തനത്തിനെതിരെ ഭീകരമായ ആക്രമണം നടക്കുന്നു എന്നോ സംഘടിതമായി വൻതോതിൽ ആളുകളെ പ്രലോഭനങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും ഇരയാക്കി മതം മാറ്റുന്നുണ്ടോ എന്നതും പരിശോധിക്കപ്പെടേണ്ടതാണ്. അതവിടെ നിൽക്കട്ടെ, നമ്മുടെ വിഷയം അതല്ല. ഇപ്പോൾ 100 രാജ്യങ്ങളിൽ ക്രിസ്ത്യൻ പീഡനം നടക്കുന്നുണ്ടെന്നാണ് ഓപ്പൺ ഡോർസ് വാച്ച് ലിസ്റ്റിൽ അവർ പറയും. 100 രാജ്യങ്ങളിൽ, ലോകത്തെ 100 രാജ്യങ്ങളിൽ ക്രിസ്ത്യാനികൾ പീഡനത്തിനിരയാവുന്നു. ആകെ 38 കോടി മാത്രമേ ഉള്ളൂ ഈ ജനസമൂഹം ലോകത്ത്. ഇന്ത്യ തന്നെ 148 കോടിയുണ്ട് ജനസംഖ്യ. നമ്മുടെ ഉത്തർപ്രദേശിൽ 24 കോടിയുണ്ട്. 24, 28 എന്നൊക്കെ പറയുന്നുണ്ട്. 24, 28 കോടി. പാകിസ്ഥാനിൽ 20 കോടി ജനങ്ങളേ ഉള്ളൂ. അത് പാകിസ്ഥാനിൽ 20 കോടി ജനങ്ങളുണ്ട്. അത് മുഴുവൻ ഭൂരിപക്ഷം മുസ്ലിംസാണ്. അപ്പോൾ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും കൂടെ 38 കോടി ക്രൈസ്തവരെ ഉള്ളൂ. അവർക്ക് 100 രാജ്യങ്ങളിൽ പീഡനമാണ്. അതിൽ 13 രാജ്യങ്ങളിൽ അതിക്രൂരമായ ക്രിസ്ത്യൻ പീഡനം നടക്കുന്നുണ്ട്. അതിൽ ഉത്തര കൊറിയ ഉണ്ട്, കമ്മ്യൂണിസ്റ്റുകാരാണ് ഭരിക്കുന്നത്, അല്ലേ? അതെ. സൊമാലിയ ഭരിക്കുന്നവരാണ്? ഇസ്ലാമിക ഭരണകൂടമാണ്. യമൻ ആരാണ് ഭരിക്കുന്നത്? ഇസ്ലാമിക ഭരണകൂടം. ലിബിയ ആരാണ് ഭരിക്കുന്നത്? ഇസ്ലാമിക ഭരണകൂടം. സുഡാൻ ആരാണ് ഭരിക്കുന്നത്? അത് ഇസ്ലാമിക. നൈജീരിയ ആരാണ് ഭരിക്കുന്നത്? അത് ഇസ്ലാമിക ഭരണകൂടം. നിങ്ങളിങ്ങനെ തന്നെ പറയല്ലേ കേട്ടോ. നിങ്ങൾ ഉടനെ നിങ്ങൾ ആൾ ശരിയല്ല. അല്ല, ഭരണകൂടം നമ്മളൊരു സ്ഥലത്ത് രാജ്യം ആരാ ഭരിക്കുന്നത്, അവരാണോ ഇത് ചെയ്യുന്നത് പറഞ്ഞാൽ അത് സത്യമല്ല. ഇത് തീർന്നില്ല. എരിത്രിയ, പാകിസ്ഥാൻ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, മ്യാൻമർ പിന്നെ പട്ടാള ഭരണകൂടമാണ് തുടങ്ങി 13 രാജ്യങ്ങളിൽ വലിയ തോതിൽ പീഡനം നടക്കുന്നു എന്നാണ് പറയുന്നത്. 13 രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ക്രൈസ്തവ പീഡനം നടക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഞാനിപ്പോൾ പറയുന്നത്, ഇപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ ലിബിയ എന്ന് പറയുന്ന രാജ്യം, അപ്പോൾ ലെബനോൻ, സിറിയ, ഇതൊക്കെ പണ്ട് ഇസ്ലാമിക രാജ്യങ്ങളായിരുന്നില്ല, ക്രൈസ്തവ രാജ്യങ്ങളായിരുന്നു. എങ്ങനെയാണ് ഈ ക്രൈസ്തവ രാജ്യങ്ങൾ ക്രൈസ്തവ ഭരണകൂടം അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന രാജ്യം ഇല്ലാതായത്? എങ്ങനെയാണ്? ജനസംഖ്യയിൽ ഇവർ കുറയും മറ്റുള്ളവർ കൂടുകയും ചെയ്തുകൊണ്ടാണ്, അല്ലേ? അതെ. അപ്പോൾ അതുകൊണ്ട് ജനസംഖ്യയിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് ക്രൈസ്തവ പീഡനത്തിനൊരു കാരണമെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ കേരളത്തിൽ നോക്കൂ, കേരളത്തിലും വല്ലാതെ ക്രിസ്ത്യാനികളുടെ എണ്ണം കുറഞ്ഞു വരിക. ക്രിസ്ത്യാനികളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. ഇവിടെയുള്ള ക്രിസ്ത്യാനികൾക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല, അവർ നാട് വിട്ടു പോകുന്നു. എന്നോട് എൻ്റെ പാലായിലുള്ളൊരു സുഹൃത്തിനോട് പറഞ്ഞ്, ഒരു രക്ഷയില്ല നാട്ടിൽ ജീവിക്കാൻ, ക്രിസ്ത്യാനിക്ക് ഒരു രക്ഷയില്ല. ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ പിള്ളേരുമായിട്ട് ജർമ്മനിക്ക് പോകും, അല്ലെങ്കിൽ US പോകും. സിമ്പിളാണ്. കൊണ്ടുപോട്ടെ, ആരെങ്കിലും വന്ന് തിന്നട്ടെ.
എന്ന തരത്തിൽ പറയുന്ന ആളുകളുണ്ട്. പക്ഷേ കാസയെ പോലെയുള്ള സംഘടനകളൊക്കെ മുന്നോട്ട് വന്നിട്ട് ഇത് ഞങ്ങളുടെ മണ്ണാണ്, ഇവിടെ ഞങ്ങൾ നിൽക്കും, ഞങ്ങളിവിടെ പൊരുതും എന്ന് പറയുന്ന അഭിമാനികളായ ക്രൈസ്തവരുമുണ്ട്. ഇനിയിപ്പോൾ വേറെ തമാശയല്ല, ഒരു കാര്യം ഞാൻ പറയാം. ഇന്ത്യയിൽ BJP സർക്കാർ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നു എന്നല്ല പറയുന്നത്. ഭാരതത്തിൻ്റെ 2ാം അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന ആരാന്നറിയോ? വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറാണ്. ഗോവയിൽ അദ്ദേഹത്തിൻ്റെ 472 വർഷങ്ങൾക്ക് ഇപ്പുറവും അദ്ദേഹത്തിൻ്റെ മൃതശരീരം ഫ്രാൻസിലെ ഈശോ സഭയുടെ നേതൃത്വത്തിൽ ബോം ജീസസ് ബസലിക്കയിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. 472 വർഷമായിട്ട് ആ ജഡം സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. വർഷത്തിൽ 10 വർഷം കൂടുമ്പോൾ ഈ ജഡം പുറത്തേക്ക് എഴുന്നള്ളിക്കും. അതിൻ്റെ ഈ ബോം ജീസസ് ബസലിക്കയുടെ അൽത്താരയുടെ വലതുവശത്ത് 10 അടി ഉയരത്തിലാണ് ഈ ജഡം, മൃതദേഹം, പുണ്യവാളൻ്റെ, അവർ പുണ്യവാളനായിട്ട് കരുതുന്ന പുണ്യവാളൻ്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. 10 വർഷം കൂടുമ്പോൾ എതിർവശത്തുള്ള സെൻറ്റ് കാത്തറീൻ കത്തീഡ്രലുണ്ട്. ഈ ബസലിക്കയുടെ നേരെ എതിർവശത്തുള്ള സെൻറ്റ് കാത്തറീൻ കത്തീഡ്രലിൽ ഈ ജഡം 45 ദിവസത്തെ പ്രദർശനം നോക്കും. ഈ വർഷം ഈ കഴിഞ്ഞ നവംബർ 21 മുതൽ ഡിസംബർ 4 വരെ അവിടെ ഈ ദേഹം പൊതുവണക്കത്തിനായി ആളുകൾക്ക് വന്ന് ദർശിച്ച് കാണാൻ 472 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ വന്ന യൂണിവേഴ്സിറ്റി ഓഫ് പാരീസിൽ നിന്ന് ലോ പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥിയായിരുന്നു അന്ന് ഫ്രാൻസിസ് സേവ്യർ. അദ്ദേഹത്തെ അപ്പോൾ വിശുദ്ധ ലയോള അദ്ദേഹത്തെ കണ്ടപ്പോൾ മാർക്കോസിൻ്റെ 8:36 വചനം അനുസരിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു, നീ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അത് മിന്നൽ പോലെ പുള്ളിയുടെ ഉള്ളിലേക്ക് കയറി. എന്നിട്ട് എന്ത് ചെയ്തു? എൻ്റെ വഴി ഇതല്ല എന്ന് പറഞ്ഞിട്ട് സഭാവൃത്തിക്കായി മാറിയ ആളാണ് ഫ്രാൻസിസ് സേവ്യർ. പിന്നെ ഗോവയിൽ നടന്ന, അപ്പോൾ അത് പറയുമ്പോൾ ചില ആളുകൾ പറയും ഗോവയിൽ വലിയ വംശഹത്യ നടന്നിട്ടുണ്ട്. വലിയ ഹിന്ദു കൂട്ടക്കൊല നടന്ന സ്ഥലമാണ് ഗോവ. ശരിയാണ്, അതും നടന്നിട്ടുണ്ട്. പക്ഷേ അത് അവിടെ നിൽക്കട്ടെ, അത് നടത്തിയ ഫ്രാൻസിസ് സേവ്യർ ആണോ അസീസി ആണോ എന്നൊക്കെ പല തർക്കങ്ങളും പറയുന്നുണ്ട്. പക്ഷേ ഗോവയിൽ അതും നടന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ 2024 നവംബർ 21 ഡിസംബർ 21 മുതൽ ഡിസംബർ 4 വരെ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ തിരുദേഹം ദർശനത്തിന് വെച്ചു. 80 ലക്ഷം ആളുകളാണ് വന്നിട്ട് പോയത്. 80 ലക്ഷം ആളുകൾ അവിടെ വണങ്ങാൻ വന്നു. ഗോവ ഭരിക്കുന്ന BJP സർക്കാരാണ്. BJP സർക്കാരും കേന്ദ്ര സർക്കാരും കൂടി 300 കോടി രൂപ അനുവദിച്ചു. അവിടെ പുതിയ റോഡുകളുണ്ടാക്കി, അവർ സുരക്ഷാ സംവിധാനങ്ങളുണ്ടാക്കി. ഇത്രയും ആളുകൾക്ക് ഒരു കുഴപ്പമുണ്ടാക്കാതെ എല്ലാം ഭംഗിയായി ചെയ്തു. അപ്പോൾ ഇന്ത്യയിൽ BJP ഭരിക്കുമ്പോൾ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത ഹിസ്റ്ററി ഉണ്ടെന്ന് പറയുന്ന ഗോവയിലെ പുണ്യവാളൻ്റെ ശരീരം പൊതുവണക്കത്തിന് വെക്കുമ്പോൾ ഇന്ത്യയിലെ മോദി സർക്കാർ 300 കോടി രൂപ കൊടുത്താണ് ആ മഹത്തായ ചടങ്ങിനെ സഹായിച്ചത്, ആദരിച്ചത്. അപ്പോൾ ഗോവയിലെ ക്രിസ്ത്യാനികളുടെ കൂട്ടക്കൊല എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് BJP ശത്രുക്കളാണെന്നൊക്കെ പറയുന്നത് വെറും കഥയാണ്. അതാണ് ഞാൻ ചോദിക്കണ്ടേ, ഞാനൊന്നുമില്ല, അതിലേക്കൊന്നും കിടക്കുന്നില്ല. BJP സർക്കാർ അങ്ങനെയാണ് ചെയ്തത്. അപ്പം അതുകൊണ്ടാണ് ഗോവ എന്ന് പറയുന്ന ക്രൈസ്തവ വോട്ടുകൾ നിർണായക സ്വാധീനമുള്ള ഗോവയിൽ BJP വീണ്ടും വീണ്ടും അധികാരത്തിൽ വരുന്നത് എന്തുകൊണ്ടാണ്? BJP സർക്കാരിന് അങ്ങനെ ക്രൈസ്തവരോട് ശത്രുതയില്ല എന്ന ബോധ്യം കൊണ്ടാണ്. അവർ മനസ്സിലാക്കുന്നു, ഗോവൻ ജനത മനസ്സിലാക്കുന്നു, ഗോവയിലെ ബിഷപ്പുമാർ, പുരോഹിതന്മാർ മനസ്സിലാക്കുന്നു. കേരളത്തിലെ ആളുകൾക്ക് ഈ രാഹുൽ ഗാന്ധി സ്പിരിറ്റ് അല്ലെങ്കിൽ കോൺഗ്രസ് ബാധ കൂടിയിട്ട് ഇത് കാണുന്നില്ല. ഇവിടെ വാർത്തയാവത്തില്ല, ഇവിടെ ചർച്ച ചെയ്യത്തില്ല, ഇവിടെ പറയത്തില്ല. ലോകത്തെമ്പാടും ഒറ്റ ചോദ്യം ഡയറക്ടർ സിനോട് ചോദിച്ചിട്ട് നമ്മുടെ വർത്തമാനം നടത്താം. ലോകത്തെമ്പാടും നമ്മൾ ഈ കണക്ക് വായിച്ചപ്പോൾ 100ഓളം രാജ്യങ്ങളിൽ ക്രൈസ്തവ പീഡനങ്ങൾ നടക്കുന്നു. 13 രാജ്യങ്ങളിൽ അതിഭീകര പീഡനമാണ്. ഈ 13 രാജ്യങ്ങളിൽ ഉത്തര കൊറിയ ഒഴികെ ബാക്കി എല്ലായിടവും ഭരിക്കുന്ന ആരാണ്? ഇസ്ലാം ഭരണകൂടം. സന്തോഷം ചേട്ടാ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.